സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി, മഅ്ദിൻ അക്കാദമി ചെയർമാൻ, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രഭാഷകൻ, എഴുത്തുകാരൻ, ആത്മീയ നേതൃത്വം എന്നീ നിലകളിലെല്ലാം കേരളത്തിന് സുപരിചിതരായ അഭിവന്ദ്യരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളാണ് അപ്ഡേറ്റ് പ്ലസിലെ ആദ്യത്തെ അതിഥി. മലപ്പുറം മഅ്ദിൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിലാകെയും കേരളത്തിലുമുണ്ടാക്കിയ വലിയ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സംസാരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. തങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തങ്ങൾ, നമുക്ക് മഅ്ദിനുമായി സംസാരിക്കുന്നതിന് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികാഘോഷ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 926 ആരംഭിച്ചു. 2026 100-ാം വാർഷിക സമ്മേളനം നമ്മൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. അഭിവന്ദ്യരായ റയീസുൽ ഉലമ ഉസ്താദിൻ്റെയും സുൽത്താൻ ഉലമ ഉസ്താദിൻ്റെയും നേതൃത്വത്തിൽ വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ സാരഥ്യത്തിലേക്കാണ് വന്ദ്യരായ തങ്ങൾ ഈ അടുത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. തങ്ങൾ പല തിരക്കുകൾ അനുഭവിക്കുന്നുണ്ട്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് പല പരിപാടികളുമായി ബന്ധപ്പെട്ടും. ഈ തിരക്കുകൾക്കിടയിൽ വന്നു ചേർന്ന, ഞാനിതിനൊരു പദവി എന്ന് പറയുന്നില്ല, ഒരു ഉത്തരവാദിത്വം, ഈ ഉത്തരവാദിത്വത്തെ തങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ലോകതലത്തിൽ പല പണ്ഡിത സഭകളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ലോകത്തിൽ ലഭ്യമായ പണ്ഡിത സഭകളിൽ വളരെ നിഷ്കളങ്കരും ആത്മാർത്ഥതയുടെ പര്യായങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട ഔലിയാക്കൾ, ആരിഫ്യങ്ങളാൽ സ്ഥാപിതമായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച സമയം, യഥാർത്ഥത്തിൽ 2019 കൊറോണ വൈറസ് വന്നപ്പോൾ കേരളം, ലോകം മുഴുവൻ നിശ്ചലമായ പോലെ അന്ന് കേരളത്തെ പിടികൂടിയ ഒരു മഹാ ആത്മീയ വൈറസുകളായിരുന്നു വിദഗ്ധ പ്രചരണങ്ങളും അവരുടെ എല്ലാ വിധത്തിലുള്ള ധാർമ്മികമായുള്ള തകർച്ച. അഥവാ അക്കാലം വരെ ഒറ്റക്കെട്ടായി ജീവിച്ചു, ഒരേ ആദർശം, ഒരേ ആശയം, ഒരേ വിശ്വാസം, ഒരേ ശൈലി, ഒരേ സ്വഭാവം, എവിടെയും ഭിന്നിപ്പിൻ്റെ ഒരു കണികൾ പോലുമില്ല. പെട്ടെന്നാണ് ഒരു പുതിയ വാദം, ഐക്യസംഘം എന്ന പേര്, അത് കായംകുളത്തൊരു സമ്മേളനം നടത്തുന്നു. ആ സമ്മേളനത്തിൽ എല്ലാവരും ഒരുപോലെ ആദരിക്കുന്ന അന്നത്തെ ഏറ്റവും വലിയ സ്ഥാപനമായ ദക്ഷിണേന്ത്യ കലാലയമായ ജാമിയ മദ്രസ ജാമിയ ബാക്കിയാത്തു സ്വാലിഹാത്ത് ഏറ്റവും വലിയ പ്രിൻസിപ്പളായ അബ്ദുൽ ജബ്ബാർ ഹസരത്ത് ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. സംഘാടകരാവട്ടെ അന്ന് എല്ലാവരും ഒരുപോലെ ആദരിക്കുന്ന പണ്ഡിത മഹത്തുക്കൾ, പ്രിയപ്പെട്ട ശംസുലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, ആദർശരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ പോലുള്ള മഹത്തുക്കളുടെ ഉസ്താദായ ശംസുലമ ചാലത്ത് കുഞ്ഞഹമ്മദ് ആജിർ റളിയല്ലാഹു അൻഹു മക്കളാണ്, മരുമക്കളാണ്, വലിയ മഹത്തുക്കളാണ്, ആയി അറയപ്പെട്ടിരുന്നവരാണ് ഇതിനൊക്കെ രൂപം നൽകുന്നത്. വാദങ്ങളാണെങ്കിലോ ഖുതുബ, പ്രഭാഷണമാണ്, തിരിയുന്ന ഭാഷയിലാവണം. സത്യത്തിൽ പലരും അതിൽ വഞ്ചിതരായിട്ടുണ്ട്, പലരും അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിന് അതേ നാണയത്തിൽ പ്രതികരിക്കാൻ അന്ന് പ്രഭാഷണങ്ങളിൽ എഴുത്തുകളൊന്നും അത്ര സുലഭമായി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ മറ്റൊന്നും ഇല്ലാത്തൊരു കാലമാണല്ലോ. പക്ഷെ അന്ന് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഏകദേശം 89-ാമത്തെ വയസ്സാണ്. 1840 മഹാനവൾ ജനിക്കുന്നത്. ആ സമയത്ത് മഹാനവൾക്ക് 89 വയസ്സ് പ്രായത്തിലും മഹാനവൾ തളരാതെ അന്ന് ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക പണ്ഡിതന്മാരും മഹാനവറുകളുടെ ശിഷ്യന്മാരിൽ പ്രമുഖരാണ്. ശിഷ്യന്മാരാണ് ചാലിയം ഷിഹാബുദ്ദീൻ അഹമ്മദ് വാശാലിയാത്തി, പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പ്രിയപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പോലുള്ള പണ്ഡിത മഹത്തുക്കളെ മുഴുവൻ വിളിച്ചു വരുത്തി മഹാനവകൾ സംഘടന രൂപം, ഭാവവും ശൈലിയൊക്കെ. അന്നതില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ എന്തെങ്കിലും ഒരു അടയാളപ്പെടുത്തുകൾ പോലും ഇല്ലാത്തൊരവസ്ഥ വരുമായിരുന്നു. അൽഹംദുലില്ലാഹ് അത് വളർന്നു. അങ്ങനെ 1947 ആകുമ്പോഴേക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതൊരു മദ്രസകൾ
പഠനം ഭൗതിക കലാലയങ്ങളിലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടലോടുകൂടെ അത് പാടില്ലെന്ന് നിരോധിച്ചു. അപ്പോഴും നമ്മുടെ പണ്ഡിത നേതൃത്വം തളരാതെ അന്ന് സമസ്ത കേരള ജമിയത്തുലമായുടെ ആദ്യകാല നേതാക്കൾ പ്രമുഖരും വിദ്യാഭ്യാസ ബോർഡിൻ്റെ സ്ഥാപകരിൽ ഉന്നതമായ മൗലാന അബ്ദുൽ ബാരി അബുൽ ഹക്ക് മഹാനവറുകൾ വിദ്യാഭ്യാസ ബോർഡിന് രൂപം നൽകി. ആ രൂപം നൽകിയ കഥകളൊക്കെ കേട്ടാൽ വല്ലാതെ അത്ഭുതം തോന്നിപ്പോകും. ആ ഉലമാക്കളിൽ നിന്ന് ഓരോരുത്തരും ഒരു ഒരണ മറ്റൊക്കെ മഹാനവറുകൾ 25 രൂപ അങ്ങനെയൊക്കെ എടുത്ത് രൂപം കൂടി അതിന് മഹാനായ നൂറുലുലമ MA ഉസ്താദ് ആദ്യമാണ് ഇങ്ങനെ ഒരു പ്രമേയം പത്രങ്ങളിൽ അൽബയാൻ മാസികയിൽ എഴുതി സമസ്ത കേരള ജമിയത്തുലമായുടെ വാർഷിക ജനറൽ ബോർഡിൽ അവതരിപ്പിച്ചു. മഹാനവളതിൽ ഉൾപ്പെടുത്തി. അങ്ങനെ മദ്രസ പ്രസ്ഥാനം വളർന്നു വന്നു. അങ്ങനെ അത് പല തലമുറകളായി 1989 വരെ ചില ഇടക്കാലത്ത് ചില പ്രശ്നങ്ങളൊക്കെ വന്നു. പുനഃസംഘടന അനിവാര്യമായി മാറി. അന്ന് മഹാനായ താജുൽ ഉലമ സി അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പ്രസിഡൻ്റായും മഹാനായ സുൽത്താൻ കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായി പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പം അതിന് വലിയ രൂപവും വലിയൊരു വളർച്ചയും ഉയർച്ചയൊക്കെ ഉണ്ടായി. ആ വലിയ മഹത്തുക്കളായ മഹത്തുക്കളിരുന്ന കസേരയിൽ ആ കൂട്ടത്തിലിരിക്കുക അവരുടേതാകുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. വലിയ ആശങ്കകൾ റബ്ബിന് മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുമോ, ചോദ്യം ചെയ്യപ്പെടുമോ എന്നൊക്കെ വലിയ ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതാത് കാലങ്ങൾ ചെയ്യേണ്ടവർ ചെയ്തില്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഭവിഷ്യത്ത് വരുമല്ലോ എന്ന ഉത്തരവാദിത്തത്തോടു കൂടെയാണ്, ആ ബോധമാണ് ഇതിന് വിനീതം തയ്യാറായത്. അൽഹംദുലില്ലാഹ് ഈ സമസ്ത കേരള ജമിയത്തുലമായുടെ 100-ാം വാർഷികത്തിനോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ കർമ്മ പദ്ധതികൾ അത് പ്രാസ്ഥാനിക കുടുംബം ഒന്നടങ്കം ഒന്നടങ്കം എല്ലാവരും വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. SVS അതിൻ്റെ 70-ാം വാർഷികം അതിൻ്റെ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് 25-ൽ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ വാർഷിക പ്രോഗ്രാം 10-ാം വാർഷികങ്ങൾ. അതോടുകൂടി തന്നെ പണ്ഡിതന്മാരെ ശാക്തീകരിക്കുക, പണ്ഡിതന്മാരെ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് എന്നും കേരളത്തിലെ ഉലമാക്കൾ എഴുതുന്ന ഗ്രന്ഥങ്ങൾ പലപ്പോഴും ലോകത്ത് പലരും അറിയാവുന്നവർ വല്ലാതെ അത്ഭുതത്തോടുകൂടെ പറയാറുണ്ട്. ഉദാഹരണമായിട്ട് ഇന്നിപ്പോൾ ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതരിൽ ഒരാളാണ് ഡോക്ടർ ഉസാമ അസ്ഹരി, ഈജിപ്ത് പ്രസിഡൻറ്റിൻ്റെ മതോപദേഷ്ടാ. കഴിഞ്ഞ റബീഉൽ അവ്വലിൽ കേരളത്തിൽ വന്നപ്പോൾ മഅദിലൊരു സ്വീകരണത്തിൽ നോളജ് സിറ്റിയിൽ വന്നപ്പോൾ മഅദിൽ വൈലത്തുരുബ ഉസ്താദ് എഴുതിയ ജമുൽ ജവാമീൻ്റെ ഷറഹിനെക്കുറിച്ചൊക്കെ വ്യാഖ്യാനത്തെക്കുറിച്ചൊക്കെ മഹളങ്ങ് പറയുമ്പോൾ വാചാലനായിപ്പോയി. അത്തരം പറഞ്ഞ മണിക്കൂറുകളോളാണ് അതിനെക്കുറിച്ച് മഹൾ പറയുന്നത്. അതെനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞാനൊരു ഭ്രാന്തനെ പോലെ ആയിപ്പോയി എന്നാണ് പറഞ്ഞത്. എനിക്കത് കിട്ടിയല്ലാതെ മറ്റ് യാതൊരു നിർവാഹവുമില്ല. അതുപോലെ തന്നെ താജുലുലമ അവരുടെ ഷെയ്ഖിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മഹാനായ ഷെയ്ഖ് ആദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു ആണെന്നും അവരെ ഷെയ്ഖ് മഹാനായ ശംസുലുലമ അബ്ദുൽ വഹാബ് അൽ ഖാദിരി ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജ് സ്ഥാപകൻ, അവരുടെ ഷെയ്ഖ് മസ്ജിദുൽ ഹറാമിൽ ദീർഘകാലം മുദരിസായിരുന്ന സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ അദ്ദേഹം വലിയ അത്ഭുതത്തോടു കൂടെയാണ്. അദ്ദേഹം ലോകമൊട്ടാകെ സനദുകൾ അന്വേഷിച്ച് നടക്കുന്ന പണ്ഡിതനാണ്. അപ്പോൾ സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഉലമാക്കളെക്കുറിച്ച് ലോക പണ്ഡിതന്മാർക്കിടയിൽ പരിചയപ്പെടുത്തുന്നതിന് ആവശ്യമായ വ്യത്യസ്തങ്ങളായ പരിപാടികളൊക്കെ ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുലമായുടെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് പ്രാസ്ഥാനിക കുടുംബം, പ്രത്യേകിച്ച് മഹല്ല് ശാക്തീകരണം, നമ്മുടെ അടിസ്ഥാന കേന്ദ്രം മഹല്ലത്തുകളാണല്ലോ. ആ മഹല്ലത്ത് ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും മതവിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ഇന്ന് പല വിദ്യാലയങ്ങളിലും കയറിക്കൂടിയ അശ്ലീലങ്ങളും അതുപോലെ തന്നെ ആദർശ വ്യതിയാനവും അതുപോലെ തന്നെ ധാർമ്മിക അപജയങ്ങളും പരാജയങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ പദ്ധതികൾ സമസ്ത കേരള ജമിയത്തുലമ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം എല്ലാ ജില്ലകളിലും മഹല്ലത്ത് സംഗമങ്ങൾ നടത്തി
വമ്പിച്ച വിജയമായിരുന്നു. എല്ലാവരും ഉത്ഭുതരാക്കി. ഇനി ഓരോ മഹല്ലത്തുകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ മഹല്ലത്തുകൾ നമ്മുടെ പ്രത്യേകം സോഫ്റ്റ്വെയർ വെച്ച് അങ്ങനെ മഹല്ലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കേന്ദ്രത്തിൽ അറിഞ്ഞു. അതാത് മഹല്ലത്തിന് ആവശ്യമായ അതാത് കാര്യങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ അവരെ ശാക്തീകരിക്കുക എന്നത് ഈ 100-ാം വാർഷികത്തിൻ്റെ പദ്ധതിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും നമ്മൾ കേരളത്തിൻ്റെ മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാന പങ്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കുണ്ട്. അത് 2 വിധത്തിലാണെന്നാണ് ഞാൻ എൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുന്നത്. അതിലൊന്ന് ഈ കേരളത്തിലെ മുസ്ലിം ജനങ്ങളെ സംഘടിതരാക്കി എന്നുള്ളതാണ്. അത് അവരിൽ അഭിമാനബോധം ഉണ്ടാക്കിയിട്ടുണ്ട്, ആദർശബോധം ഉണ്ടാക്കിയിട്ടുണ്ട്, അവർക്ക് പുതിയ കാലത്തേക്ക് സഞ്ചരിക്കാനുള്ള വലിയ ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഒരു പാർട്ട്. ഇനി രണ്ടാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം നമ്മൾ മതവിദ്യാഭ്യാസം, മദ്രസ പ്രസ്ഥാനം ആരംഭിക്കുന്നു, നൂറുൽ ഉലമ ഉസ്താദിൻ്റെയൊക്കെ വലിയ പരിശ്രമം ഉണ്ടാകുന്നു, മദ്രസ പ്രസ്ഥാനം ആരംഭിക്കുന്നു, വിദ്യാഭ്യാസ ബോർഡ് ആരംഭിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ പുതിയ കാലത്ത് സംബോധന ചെയ്യുന്ന വിധത്തിലുള്ള ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ജാമിയ സഅദിയ കാസർഗോഡ് ഉണ്ടാകുന്നു, കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയ ജാമിയ മർക്കസിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു, മലപ്പുറത്ത് മഅദിൻ സഖാഫത്തുൽ ഇസ്ലാമിയ ഉണ്ടാകുന്നു. അങ്ങനെ വലിയ മുന്നേറ്റങ്ങൾ സാധ്യമാകുന്നുണ്ട്. എനിക്ക് മഅദിനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അതിൽ വളരെ ലളിതമായി തുടങ്ങി. എനിക്ക് തോന്നുന്നു 118 കുട്ടികളോ മറ്റോ ആണ് തുടക്കത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ 30,000 വിദ്യാർത്ഥികളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വലിയ ഒരു വിദ്യാഭ്യാസ മുന്നേറ്റം മലപ്പുറത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ മലപ്പുറത്ത് വിശേഷിച്ച് മലബാറിൽ ഈ +1 സീറ്റുകളുടെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന ഒരു കാലവും കൂടിയാണ്. മലപ്പുറത്തിൻ്റേതുൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പരാധീനതകളെ, പിന്നോക്കാവസ്ഥയെ പരിഹരിക്കാൻ മഅദിൻ വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ ഒരു മുന്നേറ്റം സാധ്യമാക്കുമ്പോൾ ഇപ്പോൾ 30 വർഷത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് തോന്നുന്നു. അങ്ങനെ സാധ്യമാക്കി അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എല്ലാവരുടെയും ധാരണ ഞാൻ മലപ്പുറത്തുകാരനാണ്. സത്യത്തിൽ എൻ്റെ പിതാമഹന്മാരൊക്കെ കൂടുതലും കണ്ണൂർ, വളവട്ടണം, സുജാദ് ബഹർ റളിയല്ലാഹു തങ്ങൾ ഏകദേശം 800 വർഷം മുമ്പ്, അങ്ങനെ എട്ടുകുളം, രാമന്തളി, ഇങ്ങനെ തുടങ്ങിയ വടക്കൻ കേരളത്തിലാണ്. ഞാൻ ആദ്യമായിട്ട് മലപ്പുറത്ത് വരുന്നത് 1983-ലാണ്. അങ്ങനെ 1984 ഏകദേശം അറബി വർഷൻസ് 41 വർഷം മുമ്പ്, സൗര വർഷൻസ് 40 വർഷം മുമ്പ് മലപ്പുറം ഒരു കോണമ്പാറ മസ്ജിദ് നൂർ പള്ളിയിൽ ഒരു 10 കുട്ടികൾ, 18 കുട്ടികളും ഒരു മുദരിസായിട്ട് സേവനം തുടങ്ങി. ഒരു വല്ലാത്ത തുടക്കമായിരുന്നു ആ തുടക്കം. അങ്ങനെ അന്ന് വർഷം SLC റിസൾട്ട് വന്നപ്പോൾ 115 കുട്ടികൾ 100% പരാജയമുള്ള 125 ഹൈസ്കൂളൊന്നും മലപ്പുറം ജില്ലയിലുണ്ട്. 5% മാത്രം വിജയമുള്ള 115 ഹൈസ്കൂളാണ് മലപ്പുറത്തിൻ്റെ അവസ്ഥ. ഇത് കേൾക്കുമ്പോൾ പത്രം വായിച്ച് വല്ലാതെ വേദനിച്ചു. ഇത്രയും മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളുള്ള ഒരു ജില്ലയിൽ ഇത്രയും പിന്നാക്കമായൊരവസ്ഥ, ഇത് പരിഹരിക്കാൻ കഴിയില്ലേ? അങ്ങനെ അന്ന് അവിടെ നടക്കുന്ന സ്വലാത്ത് മജ്ലിസുകളിലും ജുമാക്ക് ശേഷമുള്ള പ്രഭാഷണങ്ങളിലും ഏത് കല്യാണങ്ങളിൽ അതുപോലെ തന്നെ എവിടെല്ലാം ജനങ്ങൾ കിട്ടുമ്പോൾ അവിടെല്ലാം പറഞ്ഞ് ഉത്ഭുതരാക്കാൻ തുടങ്ങി. അങ്ങനെ ദർസുകൾ പരമാവധി കുട്ടികൾ, നാട്ടുകാർ കുട്ടികളായ എത്തിക്കാൻ തുടങ്ങി. 300-ലേറെ കുട്ടികളെത്തി. അവർക്ക് ഭൗതിക വിഷയങ്ങൾ കൂടുതൽ പല സാറുമാരും കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് സ്കൂളുകളിൽ ക്ലാസ് ലെവലിൽ മാർക്ക് കിട്ടുമ്പോൾ അതിൽ പ്രോത്സാഹന സമ്മേളനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. പിന്നെ സ്കൂൾ ലെവലിൽ കിട്ടുമ്പോൾ അങ്ങനെ തുടങ്ങിയ പരിശ്രമങ്ങൾ, അതന്ന് ഒരു പള്ളി ദർസിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു ചെറിയ പള്ളി, മഹല്ല് പള്ളിയാണ്. പരിധിയും പരിമിതികളൊക്കെ ധാരാളം ഉണ്ടാവുമല്ലോ. അന്ന് അത് കഴിഞ്ഞ് 1997 ജൂൺ 6-നാണ് മഅദിൻ എന്ന ഒരു മഹത്തായ പ്രസ്ഥാനമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതുവരെ മേൽമുറിയിൽ ഒരു ഹൈസ്കൂൾ തന്നെ അതുവരെ വന്നിട്ടില്ല. കേരളത്തിൽ ഒരൊറ്റ ഹൈസ്കൂളും ഇല്ലാത്തൊരു വില്ലേജ് അന്ന് മേൽമുറി മാത്രമായിരിക്കും. അതിനെക്കുറിച്ച് പറയാനോ ശബ്ദിക്കാനോ ആരും ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ നിങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രമായല്ലോ. പിന്നെ ഒരാളെയും ആശ്രയിക്കാതെ അൽഹംദുലില്ലാഹ് സ്ഥാപനം മഅദിൻ തുടങ്ങലോടുകൂടെ അത് ജനങ്ങളെല്ലാം ഏറ്റുപിടിച്ചു. കാരണം അത് നൂതന ശൈലികളും ഏറ്റവും അനിവാര്യമായ വിഷയങ്ങളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ജനങ്ങൾ മഹാഭൂരിഭാഗവും സത്യവും നീതിയും നൂതന ശൈലികളും പുരോഗമന ചിന്താഗതിക്കാരൊക്കെ
അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പോൾ തവണ പറയുകയാണെങ്കിൽ ഭൗതിക കലാലയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ A+ കിട്ടിയ ഫറൂഖ് കോളേജ്, ഏറ്റവും കൂടുതൽ JRFും നെറ്റും ഒക്കെ ഫറൂഖ് കോളേജിൽ 17 പേർക്കാണ്. എന്നാൽ മഴദിൽ അതിനേക്കാളേറെ ആളുകൾക്ക് നെറ്റും JRFുകളൊക്കെ. ഹയർ എഡ്യൂക്കേഷനിൽ നിന്നും കേരളം വളരെ പിന്നിലാണല്ലോ. മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ ഈ വർഷം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 1% മാത്രമാണ് അഡ്മിഷൻ കിട്ടിയത് കേരളത്തിൽ നിന്ന്. ഏറ്റവും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാഭ്യാസ നിലവാരം ഒരിക്കലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് ഉണ്ടാകുമല്ലോ. അപ്പോൾ അവിടത്തേക്ക് അഡ്മിഷൻ കിട്ടുന്ന വിഷയത്തിലും ഇതിൽ കുറേ കൂടുതൽ കുട്ടികൾ, പ്രത്യേകിച്ച് ഫോറിൻ ലാംഗ്വേജ്. കേരളം അടുത്ത കാലം വരെയും നമ്മളൊരു അറബി, ഉറുദു, ഇംഗ്ലീഷ് ഭാഷകൾ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. സ്പാനിഷ് അതൊക്കെ ഈ നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട സെക്കൻഡ് ലാംഗ്വേജായിട്ടും എല്ലാം തന്നെ ഫസ്റ്റ് ലാംഗ്വേജായിട്ടും 10-22 രാജ്യങ്ങളത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. വളരെ കൂടുതൽ തൊഴിൽ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചൊരു പ്രബോധകന് ആദ്യമായി അനിവാര്യമായി വരുന്നത് ഭാഷയാണ്. ഇന്ന് ഏറ്റവും യൂറോപ്പിലൊക്കെ നിമിഷം എന്ന് പറഞ്ഞ പോലെ ഇസ്ലാം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നും ഒരു പ്രഗത്ഭനായ ഒരു ദായി കിട്ടുന്നില്ല. ഭാഷ ഇല്ലാത്ത കുഴപ്പമാണ്. അപ്പോൾ ആയതുകൊണ്ടാണ് ഇപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ ജർമ്മനിലും സ്പെയിനിലും മലേഷ്യയിലും ഈജിപ്തിലും അതുപോലെ തന്നെ പലയിടങ്ങളിലും റിസാല സ്റ്റഡി സർക്കിളിൻ്റെ ദേശീയ സമിതികൾ വന്നപ്പോൾ മഅദിൻ വിദ്യാർത്ഥികൾ ഔദ്യോഗിക സ്ഥലങ്ങളിലൊക്കെ ഒട്ടുമിക്ക രാജ്യങ്ങളും എത്തിച്ചേരാൻ കഴിഞ്ഞത് മാഷാ അള്ളാ. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ അടുത്ത കാലം വരെയും കേരളത്തിൻ്റെ ധാരണ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് പഠിക്കുകയാണെങ്കിൽ അത് മദ്രസ പഠനം പറ്റൂല, അല്ല സ്കൂൾ പഠിക്കൂല, രണ്ടും മുന്നോട്ട് പോകൂല എന്നൊക്കെ ആയിരുന്നു. എന്നാൽ അതൊക്കെ മാറ്റി രണ്ടും പറ്റുമെന്ന് തുടങ്ങിയത് 27 കൊല്ലം മുമ്പാണ്. ഇത്തവണ 20ഓളം വിദ്യാർത്ഥികൾ ഫുള്ള് A+ വാങ്ങുകയും ഹിഫ്ള് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് നന്നാക്കി മോട്ടിവേറ്റ് ചെയ്ത് അവരെ നന്നാക്കി പ്രോത്സാഹിപ്പിച്ചാൽ കുട്ടികൾ ഇനിയും എല്ലാറ്റിനും തയ്യാറാകുമെന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബോധി കലാലയങ്ങളിൽ ബോധി വിഷയങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അതേ സ്ഥാനത്ത് ഇവിടെ വിഷയങ്ങളോടൊപ്പം കിതാബുകൾ നന്നായി പഠിക്കുന്നു. അവർ ആരാധനാ കാര്യങ്ങൾ വളരെ നിഷ്കർഷത പാലിക്കുന്നു, നല്ല പ്രഭാഷണങ്ങൾ നടത്തുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാൽ വളരെ അപാരമാണ്. അവർക്ക് നന്നാക്കി വിഷയങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഒന്ന് ഫാക്കൽറ്റീസ് നല്ല ആത്മാർത്ഥത ഉണ്ടാവണം. കുട്ടികളെ വിശാല കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തി കൊടുക്കണം. അവർക്ക് വിഷനും മിഷനും നൽകണം. അങ്ങനെ ആ റൂട്ടിലുള്ള ആ മിഷനിൽ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ വമ്പിച്ച മാറ്റങ്ങൾ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ. ഞാൻ തങ്ങളിപ്പോൾ ഈ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മഅദിനെ കുറിച്ച് എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം, ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാനുഷിക വിഭവത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ്. ഞാൻ പറയുന്നത് അവിടെ സാധാരണ ഒരു ഓഫീസിലെ ജീവനക്കാരൻ മുതൽ ഉയർന്ന തസ്തികയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളെ വരെ അവരുടെ എല്ലാ കഴിവുകളെയും മികവുകളെയും സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നു. എന്ന് മാത്രമല്ല, സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ എന്തെങ്കിലും ആശയപരമായി പോലും സംഭാവന ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും തങ്ങൾ സഹകരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്ഥാപനത്തിലെ ജീവനക്കാരുടെ സംതൃപ്തി എന്ന് പറയുന്നത് പ്രധാനമാണ്. നമുക്കൊക്കെ അവിടെ സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അവരൊക്കെ ഒരു സംതൃപ്തമായൊരു തൊഴിലന്തരീക്ഷത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ജീവിതം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധികളുടെ ഒരു കാലവും കൂടിയാണ്. അല്ലെങ്കിൽ എല്ലാ കാലത്തും അത് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വളരെ സംതൃപ്തമായൊരു തൊഴിലന്തരീക്ഷം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? ഇത് എല്ലാവരെയും ഉപയോഗപ്പെടുത്തിയിട്ട് മനുഷ്യ വിഭവത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുക എന്നൊരു ആശയം തങ്ങൾ അത് ആലോചനാപൂർവ്വം കൊണ്ടുവന്നാണ്, അല്ലെങ്കിൽ ഒരു സ്വാഭാവികതയിൽ സംഭവിച്ചതാണോ? സത്യത്തിൽ പലപ്പോഴും ഇത് ഒരു ജോലി, ഒരു തൊഴിൽ എന്നൊരു മനോഭാവം തന്നെ തെറ്റാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇതെൻ്റെ വീട്, എൻ്റെ സ്ഥാപനം, എൻ്റെ പാരത്രിക ജീവിതം, എൻ്റെ വിജയം എന്നൊരു മനോഭാവത്തിലേക്ക് സ്റ്റാഫ് അംഗങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾ 41 കൊല്ലം മുമ്പ് ഞാൻ ദർസ് തുടങ്ങാൻ വന്നു എൻ്റെ കൂടെ വന്ന അന്ന് തൊട്ട് എന്നെ അറിയാവുന്ന, ഞാനറിയാവുന്ന സയ്യിദ് അലവി സാദി, അതുപോലെ തന്നെ ജലീൽ സഖാഫി, ഇങ്ങനെ തുടങ്ങിയ അങ്ങനെയുള്ള ഏത് സ്റ്റാഫിലും അവിടെ മെയിൻ തസ്തികയിൽ ഒരാളും രാജിവെച്ച് പോകാറില്ല. അവർക്ക് ഈ ശമ്പളം കൂടുതലുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ താമസ സൗകര്യങ്ങളുള്ള ഓല ഷെഡിലായിരുന്ന കാലത്ത് ഉള്ള കുറേ സ്റ്റാഫുകൾ. അപ്പോൾ ഇതിൽ മരിച്ചുപോയ എരിഞ്ഞിമാവ് ബാവ ഹാജി അന്ന് ഓല ഷെഡിലാണ്.
ഇപ്പോഴൊക്കെ നല്ല ഉയർന്ന പോസ്റ്റുകൾ ക്ഷണിച്ചു. ഇത് വളരും, ഞാൻ ഇവിടെ നിന്ന് തന്നെ ഈ വളർച്ച കണ്ട് ആസ്വദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇപ്പോൾ എനിക്കതിൽ ഏറ്റവും എൻ്റെ വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരസ്വസ്ഥതകളോ മറ്റോ ഇല്ലാതെ, ഇപ്പോൾ ഞാൻ ഇല്ലാത്ത സമയത്താണെങ്കിൽ പുറം 26 പരിപാടികളൊക്കെ അവിടെ നടക്കുകയാണെങ്കിൽ ഞാൻ 26 2 3 ദിവസം മുമ്പേ അവിടെ എത്തലുണ്ടാവുള്ളൂ. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് അതിപ്പോൾ മീഡിയ സെഷനിലാണെങ്കിലും അക്കാദമിക് തലത്തിലാണെങ്കിലും അതുപോലെ തന്നെ സംഘടനാ രംഗത്ത് എന്തിനേറെ പറയുന്നു, ഇപ്പോൾ അവിടുത്തെ ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പാളായിരുന്ന ഉണ്ണിപ്പോക്കർ സാറ് അതൊന്ന് പറഞ്ഞ, ഇപ്പോൾ അടുത്താണിപ്പോൾ ഞങ്ങളൊരു ആദരവ് കൊടുത്തത്. അയാൾ 300-400 റുപ്യാണ് 27 കൊല്ലം മുമ്പ് അയാൾ അവിടെ ഏറ്റത്. അങ്ങനെ 23 കൊല്ലത്തിൽ ആകെ 2.5 ലീവാണ് എടുത്തത്. ഒന്ന് അയാളുടെ മകളുടെ ഒരു ഓപ്പറേഷൻ അന്ന്, മറ്റൊന്ന് അയാളുടെ ഭാര്യാപിതാവ് മരിച്ച അന്ന്. ഞാനവിടെ എത്തുമ്പോഴാണ് അയാളവിടെ എത്തുന്നത്. അതോ രാവിലെ 6 മണിക്ക് വന്നാൽ വൈകിട്ട് 6 മണി വരെ അയാൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവും. മാത്രമല്ല 6000 കുട്ടികളവിടെ പഠിക്കുമ്പോൾ ഈ 6000 കുട്ടികളെ അദ്ദേഹത്തിന് പേര് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിൽ. അത് ഓരോ രക്ഷാവും വരുമ്പോൾ നിങ്ങളെ മകൾ സഫാന കഴിഞ്ഞ പ്രാവശ്യം മാത്സിൽ 18 മാർക്കുണ്ട്, ഇനി ഇപ്പോൾ അത് 17 മാർക്കായിട്ടുണ്ട്, ഇങ്ങനെ ഈ പറയുമുണ്ടാകുന്ന അങ്ങനെ, അതായത് വസ്തുനിഷ്ഠമായിട്ട് സ്ഥാപനം ഉൾക്കൊള്ളുക. ഞാനിതിൽ ഓർക്കുന്നത് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ലോകത്തെ ഏറ്റവും വലിയ 4-ാം ഖലീഫയിൽപ്പെട്ട 3-ാം ഖലീഫയിൽപ്പെട്ടവരാണ്. ഇപ്പോഴത്തെ സൗദിയിൽ ഇപ്പം പഠനങ്ങൾ നല്ലോണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പോൾ അവരെ സാമ്പത്തിക ആസ്തിയെക്കുറിച്ചൊക്കെ പഠനം നടത്തിയപ്പോൾ ഏകദേശം 90,000 കോടിയുടെ ആസ്തി അവർക്കുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ മഹാനുകൾ തന്നെ നേരിട്ട് ചോദിച്ച ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഈ കാലങ്ങളിലൊക്കെ ഇത്ര വലിയ സ്വത്ത് സമ്പാദിക്കാൻ കഴിഞ്ഞത്, ഇത്ര വലിയ ബിസിനസ് നേടാൻ കഴിഞ്ഞത്? മഹാൻ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് നാട്ടിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതിൽ പറഞ്ഞ ഒന്ന്, എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു മുആലജത്ത്, അത് ട്രീറ്റ്മെൻറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ നാനാവശങ്ങളും സദാസമയത്തും ജാഗ്രതയോടുകൂടെ, എന്താ ഹാർട്ട് മിടിപ്പ് എന്താണ്, കിണ്ണെന്താ, ബ്ലഡ് അങ്ങനെ തുടങ്ങി ക്രിയാറ്റിൻ, ഓരോ ഷുഗർ എന്താ, പ്രഷർ എന്താ. അപ്പം ബിസിനസ്സിൻ്റെ സർവ്വ മേഖലയിലും സദാസമയത്തും ഞാൻ എൻ്റെ ശ്രദ്ധ ചെലുത്തും. അത് ഒരു മിനിറ്റും എൻ്റെ ശ്രദ്ധയിൽ നിന്ന് മാഞ്ഞു പോകില്ല. മറ്റൊന്ന് പറഞ്ഞത്, ഞാൻ എപ്പം ബിസിനസ് നടത്തുകയാണെങ്കിലും 1 രൂപ പോലും ഒരു ചില്ലിക്കാശിന് നഷ്ടം അവിടെ സംഭവിക്കരുത്, ലാഭം കുറഞ്ഞു പോകുന്നൊരു പരിപാടിക്ക് ഞാൻ തയ്യാറാകില്ല. മൂന്നാമത് പറഞ്ഞത്, ഞാൻ എങ്ങനെയൊക്കെ എനിക്ക് ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഞാൻ വാങ്ങലുണ്ടാകുക. ഏറ്റവും നല്ല സാധനങ്ങൾ ഏറ്റവും മാർക്കറ്റിൽ ലഭ്യമാകുന്നതിൽ വഞ്ചന ചതി ഞാൻ ഒരിക്കലും ചെയ്യൂല. മാത്രമല്ല ഞാൻ എപ്പോഴും എൻ്റെ റസൂൽ മാല് അഥവാ പല വിഷയങ്ങളിലും ഞാൻ ഇടപെടും, പല വിഷയങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകും. ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ സർക്കാരുകൾ സ്കൂളുകൾ നിന്നും മറ്റൊക്കെ കോടികൾ കടമെടുത്തിട്ട് എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ചെയ്തു. പ്രൈവറ്റ് വിദ്യാഭ്യാസങ്ങളിൽ നിന്നൊക്കെ കുട്ടികളിപ്പോൾ ഇടക്കാലത്ത് കൂട്ടത്തോടെ ഒഴിഞ്ഞു പോയല്ലോ. അപ്പോൾ എല്ലാവരും കരുതി ഇനി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വളരെ ഉഷാറാവുന്നൊക്കെ കരുതി. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പുതിയ കണക്കൂട്ടലനുസരിച്ചിട്ട് 100,000-ഓളം വിദ്യാർത്ഥികൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് തിരിച്ച് വന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഫാക്കൽറ്റീസിൻ്റെ അധ്യാപകന്മാരുടെ സ്റ്റാഫുകളുടെ ഇതൊരു തൊഴിലല്ല, ഇതൊരു ജീവിതോപാധിയല്ല, മറിച്ച് ഇതെൻ്റെ മക്കളാണ്, ഇതെൻ്റെ വീടാണ്, ഇതെൻ്റെ കുടുംബമാണ്. ഈ മക്കൾ എനിക്ക് എക്കാലത്തും ഉപകരിക്കും. അവരെ എനിക്ക് ഒരു അമാനത്തായി എന്നിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ്. ഞാൻ എപ്പോഴും അവിടുത്തെ ഉസ്താദുമായിട്ട് പറയാനുള്ളതാണ്, ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചാൽ ഒരു പാസ്വേഡാണ്. ആ ഒരു കുട്ടിയെ മുഖേന ആ കുടുംബവും ആ സമൂഹവും ആ രാജ്യവും നമുക്ക് നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. ആ കുട്ടിയുടെ ആദ്യാന്ത്യം മരണം വരെയും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാക്കി തീർന്നാൽ, അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഉസ്താദുമാർക്കൊക്കെ അധ്യാപകന്മാർക്ക് എത്ര വലിയ ശമ്പളം കിട്ടിയാലും എത്ര സൗകര്യങ്ങൾ കിട്ടിയാലും അവർ പോകാതെ അവിടെ തന്നെ നിൽക്കുന്നു.
ആ ഒരു കൂറാണ് എന്നെ ഏറ്റവും വലിയ സന്തോഷിപ്പിക്കുന്നത്. തങ്ങൾ ധാരാളമായി യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്യാറുണ്ട് എന്ന് മാത്രമല്ല, അതേക്കുറിച്ച് എഴുതാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്, കിട്ടാവുന്ന വേദികളിലൊക്കെ അവിടുന്ന് കണ്ട മാതൃകകളൊക്കെ പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഈ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ വലിയൊരു കുതിച്ചാട്ടം ഇപ്പോൾ വികസനത്തെ മൊത്തത്തിലെടുത്താൽ തന്നെയും വിദേശ രാജ്യങ്ങളിലുള്ള പലതിനെ നമ്മളിവിടെ പകർത്താൻ ശ്രമിക്കുകയും അത് പലതും സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ട്. ചിലത് നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ അല്ലാതെയും സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വളർച്ചയിൽ തങ്ങളുടെ യാത്രകൾ, അവിടെ കണ്ട മാതൃകകൾ, അവിടെ നിന്നുള്ള പാഠങ്ങൾ എത്രത്തോളം സഹായകരമായിട്ടുണ്ട്? സത്യത്തിൽ പുതുതായി എന്തെല്ലാം സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു, അതെല്ലാം വിദേശയാത്രകളിൽ നിന്ന് നേടിയെടുക്കുന്ന ഒന്നാണ്. ഞാൻ ഏത് രാജ്യത്തെല്ലുമ്പോഴും അവിടുത്തെ യൂണിവേഴ്സിറ്റികളും അവിടുത്തെ ലൈബ്രറികളും അവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റങ്ങളും ഒക്കെയാണ് പഠിക്കാൻ കൂടുതലും താല്പര്യം കാണിക്കാറുള്ളത്. എന്നിട്ട് എന്തെല്ലാം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം, ഉദാഹരണമായിട്ട് ലണ്ടനിൽ ചെന്നു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, അവിടെ ആദ്യമായിട്ട് പോയത് മുസ്ലിം അൽ മുഖ്തത്താത്തുൽ ഇസ്ലാമിയ ഇസ്ലാമിക് മാനുസ്ക്രിപ്റ്റുകളുടെ യോഗത്തിലാണ്. ഞാൻ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ലണ്ടനിൽ അറബിക് റേഡിയോ ഉണ്ട്, അവിടെ അറബിക്ക് പത്രം ഉണ്ട്, അവിടെ അറബിക്ക് പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ 100 മടങ്ങ് നടക്കേണ്ട നമ്മുടെ കേരളത്തിലതൊന്നും കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരു അറബി ഗ്രാമറുകൾ പഠിപ്പിക്കുന്നു, നാവ് സർഫ് പഠിപ്പിക്കുന്നു, അല്ലാതെ അറബി സരളമായി സംസാരിക്കാൻ ആർക്കാ കഴിയുക? ഗൾഫുകാർക്കാണെങ്കിൽ അത് ആ കൊളോണിയം ഭാഷ, അതിലപ്പുറം പോലേക്ക് വേറെ ഒന്നും കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വന്നു ഉടനെ തന്നെ ഞാനൊരു ഉസ്താദ്മാർ എല്ലാ യാത്ര കഴിഞ്ഞാലും ഉസ്താദ്മാരുടെ മീറ്റിംഗ് വിളിക്കും. മീറ്റിംഗ് വിളിച്ചിട്ട് ആ യാത്രയിൽ കണ്ട പുതിയതൊക്കെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. അങ്ങനെ ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഒരു ഉസ്താദ് അബ്ദുൽ സമദ് സഖാഫി എന്ന് പറയും, അദ്ദേഹം എനിക്ക് വാട്സപ്പിൽ അയച്ചു, ഉസ്താദിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ രംഗം ഏറ്റെടുത്തോളാം. അങ്ങനെയാണ് അറബിക് വില്ലേജ് അവിടെ തുടങ്ങുക. അപ്പോൾ ആ അറബിക് വില്ലേജിലെ കുട്ടികളൊക്കെ നന്നായി സ്ഫുടമായിട്ട് അറബി സംസാരിക്കുന്നത് കണ്ടാൽ ഇതൊക്കെ കഴിയുന്നതാണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ തോന്നിപ്പോൾ അത്ഭുതപ്പെടുന്ന വിഷയത്തിൽ. അങ്ങനെ ഏതേത് മേഖലയും എവിടെ എന്ത് കണ്ടാലും അത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ US ചെന്നപ്പോഴും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലാണെങ്കിലും ഫിജിയിലാണെങ്കിലും അങ്ങനെ തുടങ്ങി യമൽ, അതുപോലെ തന്നെ യമൽ ചെല്ലുമ്പോൾ ഹദറമൗത്തിലെ ആ ആത്മീയ മജ്‌ലിസുകളും ആ ആത്മീയതൊക്കെ കാണുമ്പോൾ അതെന്തുകൊണ്ട് നമുക്കിവിടെ അതേ രൂപത്തിലാക്കിക്കൂടാ? അങ്ങനെ ഇവിടെ ചെല്ലുമ്പോഴും അവിടെ നിന്ന് കിട്ടുന്ന ആ പാഠങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചതാണ്. മഹാനായ ഇമാം നബി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞ ശറഹുൽ മുഹദ്ദബിൻ്റെ ആമുഖത്തിലെ വാക്ക്, വലാ ബുദ്ദലി താലിബിൽ ഇൽമി മിൻ ഹിമ്മത്തിൻ ആലിയ ഫലാ യർളാ ബി യസീരിൻ മഅ ഇംകാനികത്ത്. എപ്പോഴും ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ, നമുക്ക് കേവലം ഒരു മുസ്താദാകുക, അല്ലെങ്കിൽ ഒരു ഖതീബാകുക, ഒരു ഖാദിയാകുക എന്നതിലപ്പുറം നമുക്ക് വേൾഡ് ലെവൽ നമ്പർ 1 ആയിക്കൂടെ എന്നുള്ള ഒരു ചിന്ത, അതിനെന്തെല്ലാം വേണ്ടതുണ്ടോ അതൊക്കെയും ചെയ്യാൻ കഴിയാം. ഞാനിപ്പോൾ അതിനുള്ള പ്രാർത്ഥന. അടുത്തൊരു ചെറിയ കുട്ടിയെ കണ്ടു. ആ കുട്ടിയെ മടിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, വേൾഡിൽ അറിയപ്പെട്ട ലോകോത്തര പ്രതിഭയാവട്ടെ എന്ന്. അപ്പോൾ വാപ്പനോട് ഇരിക്കുകയാണ്, അങ്ങനെയൊക്കെ ദ്വാരക്കപ്പായോ എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ നമുക്ക് വിശാലമായ കാഴ്ചപ്പാട്, ഒരു കുട്ടി പോലും, അപ്പം അവിടെ പറയാറുള്ളത്, ഒരു കുട്ടി പോലും പേടാകാൻ പാടില്ല. അതാണ് ഉസ്താദുമാരുടെ. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി, 4 കുട്ടി, 5 കുട്ടികൾ വിജയിക്കുക എന്നുള്ളതല്ല, മറിച്ച് എല്ലാ കുട്ടികളും ഉന്നതസ്ഥാനീയരാകുന്നത് വരെയും അവർക്ക് വേണ്ടി എന്തെല്ലാം സമർപ്പിക്കാൻ കഴിയും അത് സമർപ്പിക്കുക.